Dear students, good morning. This is the last chapter of our 6th standard. A new chapter, Unit 12, Gift of Nature. Gift of Nature. Here is a story at the beginning of this lesson. Story of a small country or small island, Nauru. Once this island was very richest country in the world, but now it become barren. The resources are completely exhausted. Sparsely populated land with exposed coral reefs everywhere. How Nauru become like this? Don't you want to know how Nauru become like this? Nauru was rich in phosphate, the mineral used for making chemical fertilizers. The ill fate of the Nauru began when Germany established its colony there in 1888 and started phosphate mining. Britain, Australia, New Zealand also started mining activities. As a result, Nauru prospered through phosphate mining, but uncontrolled mining activities led to the extensive cleaning of natural vegetation. This led to the extinction of the many birds and animals, which resulted in the transformation of the environment. Phosphate deposit also got exhausted, turning Nauru to an absolutely poor country in every respect. ഒരിക്കൽ സമ്പന്നമായിരുന്ന നെവറു എന്ന ഐലൻഡിനെ കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത്. ധാരാളം ഫോസ്ഫേറ്റ് കൊണ്ട് നിറഞ്ഞതായിരുന്നു നെവറു. ജർമ്മനി എന്ത് ചെയ്തു? അവിടെ ഒരു കമ്പനി സ്ഥാപിക്കുകയും ഫോസ്ഫൈറ്റ് മൈനിങ് തുടങ്ങുകയും ചെയ്തതോടുകൂടി അവരുടെ കഷ്ടകാലം ആരംഭിച്ചു. കഷ്ടകാലമല്ല, കുറച്ചു കാലം അവർ ഫോസ്ഫൈറ്റ് മൈനിങ് കൊണ്ട് നല്ല സമ്പന്ന രാഷ്ട്രമായി വളർന്നു വന്നു. പക്ഷേ കൂടുതലായിട്ട് ഈ ഫോസ്ഫൈറ്റ് മൈനിങ് നടന്നതോടുകൂടി അവരുടെ പ്രകൃതിയൊക്കെ നശിച്ചു. പക്ഷികളും മൃഗങ്ങളൊക്കെ നശിക്കാനിടയായി. ഈ ഫോസ്ഫൈറ്റിനെ അൺകൺട്രോളായി മൈൻ ചെയ്തതുകൊണ്ട് ഫോസ്ഫൈറ്റും നശിച്ചു. അവസാനം നെവറു എന്തായി മാറി? ഇറ്റ് ഇസ് ബിക്കം എ അബ്സല്യൂട്ട്ലി പുവർ കൺട്രി ഇൻ എവറി റെസ്പെക്റ്റ്. എല്ലാ മേഖലയിലും ഏറ്റവും പുവറായ കൺട്രി ആയിട്ട് മാറിയ സ്റ്റോറിയാണ് നമുക്ക് ഇതിൻ്റെ ഈ ലെസൺ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. From this lesson we have to study about what are resources, what causes resource depletion, should this resource be conserved. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് റിസോഴ്സ് എന്താണ്, റിസോഴ്സ് ഡിപ്ലഷൻ എന്ന് പറഞ്ഞാൽ അതിന് കോസസ് എന്താണ്, ഈ റിസോഴ്സസ് ഒക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ. What are resources? Those things useful to man are called resources. Those things useful to men are called resources. മനുഷ്യന് ഉപകാരപ്രദമായ എല്ലാ വസ്തുക്കളും റിസോഴ്സസ് ആണ്. ഇവിടെ ഹിയർ സം പിക്ചേഴ്സ് ഹിയർ. ദീസ് ആർ യൂസ്ഫുൾ ടു men. The things directly obtained from nature and are useful to man are called natural resources. The things directly obtained from nature and are useful to man are called natural resources. നേച്ചറിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഡയറക്റ്റായി ലഭിക്കുന്ന സാധനങ്ങളും അത് മനുഷ്യന് ഉപകാരപ്രദവുമാണെങ്കിൽ അതിനെ നേച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ എയർ, സൺലൈറ്റ്, വിൻഡ്, trees, water, etc. Some are living resources. The living resources are called biotic resources and non-living resources are called abiotic resources. Some resources are living. ചില റിസോഴ്സസ് ജീവനുള്ളവയാണ്. ലൈക്ക് അനിമൽസ്, ട്രീസ്, ലൈക്ക്. അതിന് എന്തു പറയും? ബയോട്ടിക് റിസോഴ്സസ് എന്നും അല്ലാത്തതിന് അബയോട്ടിക് റിസോഴ്സസ് എന്നും പറയുന്നു. ഇനി സം റിസോഴ്സസ് ആർ അവൈലബിൾ ഓൾ ടൈം.
അറ്റ് ഓൾ ടൈം. സം റിസോഴ്സസ് എല്ലാ സമയത്തും നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് സൺലൈറ്റ്, എയർ. ബട്ട് സം റിസോഴ്സസ് ഗെറ്റ് എക്സോസ്റ്റഡ് വിത്ത് യൂസ്. ചിലത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകും. അല്ല, കോൾ, കൽക്കരി പോലെയുള്ളത്, ഫോറസ്റ്റ്, അല്ല നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോകുന്ന സാധനങ്ങളാണ്. The demand for natural resources increased with the increase in population, developments in science and technology, communication facilities, industrialization, etc. നാച്ചുറൽ റിസോഴ്സസിൻ്റെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? പോപ്പുലേഷൻ വർദ്ധിച്ചതുകൊണ്ടും അതുപോലെ സയൻസ് ടെക്നോളജിയിലൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി, കമ്മ്യൂണിക്കേഷനിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. നമ്മുടെ രാജ്യത്ത് വ്യവസായവൽക്കരണമൊക്കെ നടന്നത് കാരണം എന്താണ്? നാച്ചുറൽ റിസോഴ്സസിന് ആവശ്യകത കൂടിയിരിക്കുകയാണ്. ദിസ് ലെഡ് ടു ലാർജ് സ്കെയിൽ ഡിപ്ലഷൻ ഓഫ് റിസോഴ്സസ്. അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി നാച്ചുറൽ റിസോഴ്സസ്. ഡിക്രീസ് ഇൻ ദി അവൈലബിലിറ്റി ആൻഡ് ഡിറ്ററിയറേഷൻ ഇൻ ദി ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് ഡ്യൂ ടു റെക്ലെസ് യൂസേജ് ഈസ് കാൾഡ് റിസോഴ്സ് ഡിപ്ലഷൻ. എന്താണ് റിസോഴ്സ് ഡിപ്ലഷൻ എന്ന് പറഞ്ഞാൽ? പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന റിസോഴ്സസ് ഉപയോഗിക്കുന്നതിലുള്ള അശ്രദ്ധ മൂലം റിസോഴ്സസിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനും അവൈലബിലിറ്റി ഇല്ലാതാകുന്നതിനും പറയുന്ന പേരാണ് റിസോഴ്സ് ഡിപ്ലഷൻ. Dear students, here I conclude my class. This is the last class of this year. Thank you, children. I will send some questions, send back the answers. Okay.